പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിങ്ങിലെ സെക്ഷൻ സി ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ജേർണലിസം ഫ്രം ദ പ്രിന്റ് ടു ഡിജിറ്റൽ മീഡിയ. ഹൗ ഹാസ് ദിസ് ട്രാൻസിഷൻ എഫക്റ്റഡ് ന്യൂസ് കൺസപ്ഷൻ ഹാബിറ്റ്സ്? അച്ചടി മാധ്യമത്തിൽ നിന്ന് ഡിജിറ്റൽ മാധ്യമത്തിലേക്കുള്ള ജേർണലിസത്തിൻ്റെ വളർച്ച ചർച്ച ചെയ്യുക. ഈ മാറ്റം വാർത്താ ഉപഭോഗശീലങ്ങളെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അച്ചടി മാധ്യമങ്ങളിൽ നിന്നിട്ട് ഡിജിറ്റൽ മാധ്യമങ്ങളിലേക്കുള്ള പത്രപ്രവർത്തനത്തിൻ്റെ പരിണാമവും വാർത്താ ഉപഭോഗശീലങ്ങളിലുള്ള അതിൻ്റെ സ്വാധീനവും. അപ്പം ആൻസറാണ് പറയാൻ പോകുന്നത്. പരമ്പരാഗത അച്ചടി മാധ്യമങ്ങളിൽ, അതായത് പത്രങ്ങളും മാസികകളിൽ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക്, അതായത് വാർത്താ വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ, സോഷ്യൽ മീഡിയ, പത്രപ്രവർത്തനത്തിൻ്റെ പരിണാമം മന്ദഗതിയിലുള്ളതും ഷെഡ്യൂൾ ചെയ്തതും വൺ വേ ദൈനംദിന പ്രക്ഷേപണത്തിൽ നിന്ന് തുടർച്ചയായും തൽക്ഷണം സംവേദനാത്മകവുമായ ഒരു ആഗോള വിനിമയത്തിലേക്ക് ഉൽപ്പാദനത്തെ മാറ്റിക്കൊണ്ട് മാധ്യമരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. ഈ പരിവർത്തനം അടിസ്ഥാനപരമായി വാർത്താ ഉപഭോഗശീലങ്ങളെ മാറ്റി പ്രേക്ഷകരെ നിഷ്ക്രിയമായ പ്രഭാത പത്രവായനകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകളിലേക്കും ഫീഡുകളിലേക്കും വഴി സജീവവും 24 മണിക്കൂറും വലിപ്പമുള്ളതുമായ ഉപഭോഗത്തിലേക്ക് മാറ്റി. വായനക്കാർക്ക് ഇപ്പോൾ തത്സമയ അപ്ഡേറ്റുകൾ, മൾട്ടിമീഡിയ സംയോജനം അഥവാ വീഡിയോകൾ, പോഡ്കാസ്റ്റുകൾ, ഇൻഫോഗ്രാഫിക്സ് അവരുടെ വാർത്താ ഫീഡുകളിൽ തൽക്ഷണം അഭിപ്രായമിടാനും പങ്കിടാനും വ്യക്തിഗതമാക്കാനുമുള്ള കഴിവ് എന്നിവ ആവശ്യമാണ്. ഇത് വേഗതയേറിയതും ആവശ്യാനുസരണം വിവര ആക്സസിബിലിറ്റിയിലൂടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നു. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. അനാലിസ് ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ മോഡേൺ ജേർണലിസം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ആൻഡ് drawbacks of news spreading through platforms like Twitter and Facebook? ആധുനിക ജേർണലിസത്തിൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം വിശകലനം ചെയ്യുക. ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വാർത്തകൾ പ്രചരിക്കുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആധുനിക പത്രപ്രവർത്തനത്തിലും നേട്ടങ്ങളിലും പോരായ്മകളിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ്. അപ്പോൾ ഒരു തത്സമയ റിപ്പോർട്ടിംഗ് ഉപകരണമായും നേരിട്ടുള്ള വിതരണ ചാനലായും ഉടനടി പ്രേക്ഷക ഇടപെടലിനുള്ള ഒരു ഇടമായും പ്രവർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ആധുനിക പത്രപ്രവർത്തനത്തെ ആഴത്തിൽ പരിവർത്തനം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് കാര്യമായ ഗുണങ്ങളും ഗുരുതരമായ പോരായ്മകളും അവതരിപ്പിക്കുന്നു. പോസിറ്റീവ് വശങ്ങളിൽ ട്വിറ്റർ, എക്സ്, ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ മാധ്യമപ്രവർത്തകരെ തൽക്ഷണം വാർത്തകൾ പ്രചരിക്കാനും വിവരങ്ങൾ ക്രൗഡ് സോഴ്സ് ചെയ്യാനും പൊതുജന വികാരം നിരീക്ഷിക്കാനും പരമ്പരാഗത ഗേറ്റ് കീപ്പിംഗ് തടസ്സങ്ങളില്ലാതെ ആഗോള പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരാനും പ്രാപ്തരാക്കുന്നു. എന്നിരുന്നാലും തെറ്റായ വിവരങ്ങൾ, സെൻസേഷണലിസം, ക്ലിക്ക് ബെയ്റ്റ് എന്നിവയുടെ പ്രചരണ കേന്ദ്രങ്ങളായും ഈ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തിക്കുന്നു. ഇവിടെ വേഗത, പലപ്പോഴും വസ്തുപരമായ പരിശോധന, ആഴത്തിലുള്ള അന്വേഷണാത്മക കാഠിന്യം, പത്രപ്രവർത്തന ധാർമ്മികത എന്നിവയെ വിട്ടുവീഴ്ച ചെയ്യുന്നു. അതേസമയം പൊതുജനാഭിപ്രായത്തെ ധ്രുവീകരിക്കുന്ന പ്രതിധ്വനികൾ സൃഷ്ടിക്കുന്നു. ഇനി 28ാമത്തെ ചോദ്യം. അനാലിസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൾട്ടിവേറ്റിംഗ് ന്യൂസ് സോഴ്സസ് ഫോർ ജേർണലിസ്റ്റ് ആൻഡ് ഡിസ്കസ് 3 methods they can use to build a strong source network. മാധ്യമപ്രവർത്തകർക്ക് വാർത്താ ഉറവിടങ്ങൾ വളർത്തിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശകലനം ചെയ്യുക. ശക്തമായ ഒരു ഉറവിട ശൃംഖല നിർമ്മിക്കാൻ അവർക്ക് ഉപയോഗിക്കാനാകുന്ന 3 രീതികൾ ചർച്ച ചെയ്യുക. ആൻസർ: വാർത്താ ഉറവിടങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെയും ശക്തമായൊരു ഉറവിട ശൃംഖല നിർമ്മിക്കുന്നതിനുള്ള രീതികളുടെ പ്രാധാന്യം. വിശ്വസനീയമായ വാർത്താ ഉറവിടങ്ങൾ വളർത്തിയെടുക്കുന്നതിനും പരിപാലിക്കുന്നതിനും
അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ നട്ടെല്ലാണ്. കാരണം എക്സ്ക്ലൂസീവ് ഇൻസൈഡർ വിവരങ്ങൾ, വിസിൽ ബ്ലോവർമാർ, വിശ്വസനീയ വിദഗ്ധർ എന്നിവർ പ്രധാനപ്പെട്ട വാർത്തകൾ തറക്കുന്നതിനും ശക്തമായ സ്ഥാപനങ്ങളെ ഉത്തരവാദിത്തപ്പെടുന്നതിനും ആവശ്യമായ വസ്തുതാപരമായ അടിത്തറ നൽകുന്നു. സമ്പൂർണ്ണ രഹസ്യാത്മക പരിശീലിച്ചും ഷീൽഡ് നിയമങ്ങൾ അല്ലെങ്കിൽ ധാർമ്മിക കേസുകൾക്ക് കീഴിൽ അവരുടെ വിവരദാതാക്കളുടെ ഐഡന്റിറ്റികൾ സംരക്ഷിക്കുന്നതിലൂടെയും പ്രൊഫഷണൽ രാഷ്ട്രീയ കമ്മ്യൂണിറ്റി സർക്കിളുകളിൽ വിശ്വാസം നേടുന്നതിനായി സ്ഥിരമായി നെറ്റ്വർക്ക് ചെയ്യുന്നതിലൂടെയും സജീവമായൊരു വാർത്ത പിന്തുടരാത്തപ്പോൾ പോലും സ്ഥാപിത കോണ്ടാക്റ്റുകളുമായി പതിവായി സുതാര്യമായ ബന്ധം നിലനിർത്തുന്നതിലൂടെയും പത്രപ്രവർത്തകർക്ക് അവരുടെ ഉറവിട ശൃംഖലകൾ നിർമ്മിക്കാനും ശക്തിപ്പെടുത്താനും കഴിയും. അടുത്ത 29ാമത്തെ ചോദ്യം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഹാർഡ് ന്യൂസ് ആൻഡ് സോഫ്റ്റ് ന്യൂസ്, പ്രൊവൈഡിംഗ് എക്സാമ്പിൾസ് ഓഫ് ഈച്ച്. ഡിസ്കസ് ഹൗ their റൈറ്റിംഗ് സ്റ്റൈൽസ് ആൻഡ് പർപ്പസസ് ഡിഫർ. ഹാർഡ് ന്യൂസും സോഫ്റ്റ് ന്യൂസും തമ്മിൽ താരതമ്യം ചെയ്യുക, ഓരോന്നിനും ഉദാഹരണം നൽകുക, അവരുടെ എഴുത്ത് ശൈലിയും ലക്ഷ്യങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് ചർച്ച ചെയ്യുക. ആൻസർ: വിശ്വസനീയമായ വാർത്താ ഉറവിടങ്ങൾ വളർത്തിയെടുക്കുന്നതിനും പരിപാലിക്കുന്നതിനും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ നട്ടെല്ലാണ്. ഇതാണ് വാർത്താ ഉറവിടങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെയും ശക്തമായ ഒരു ഉറവിട ശൃംഖല നിർമ്മിക്കുന്നതിനുള്ള രീതിയിലുള്ള പ്രാധാന്യം വിശ്വസനീയമായ വാർത്താ ഉറവിടങ്ങൾ വളർത്തിയെടുക്കുന്നതിനും പരിപാലിക്കുന്നതിനും അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ നട്ടെല്ലാണ്. കാരണം എക്സ്ക്ലൂസീവ് ഇൻസൈഡ് വിവരങ്ങൾ, വിസിൽ ബ്ലോവർമാർ, വിശ്വസനീയമായ വിദഗ്ധർ എന്നിവർ പ്രധാനപ്പെട്ട വാർത്തകൾ തകർക്കുന്നതിനും ശക്തമായ സ്ഥാപനങ്ങളെ ഉത്തരവാദിത്തപ്പെടുന്ന ആവശ്യമായ വസ്തുപരമായ അടിത്തറ നൽകുന്നു. അപ്പോൾ 29ാമത്തെ ആൻസർ വരുന്നത് ഹാർഡ് ന്യൂസിനെ കുറിച്ചാണ്. ഹാർഡ് ന്യൂസും സോഫ്റ്റ് ന്യൂസും താരതമ്യം ചെയ്യുമ്പോൾ ശൈലികൾ, ഉദ്ദേശങ്ങൾ, ഉദാഹരണങ്ങൾ. ഹാർഡ് ന്യൂസും സോഫ്റ്റ് ന്യൂസും വ്യത്യസ്ത ഉദ്ദേശങ്ങൾ നിറവേറ്റുകയും പത്രപ്രവർത്തനത്തിൽ വ്യത്യസ്ത എഴുത്തു ശൈലികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയം, കുറ്റകൃത്യം, സാമ്പത്തിക ശാസ്ത്രം, അന്താരാഷ്ട്ര ദുരന്തങ്ങൾ തുടങ്ങിയ ഗൗരവമേറിയതും സമയബന്ധിതവും സ്വാധീനം ചെലുത്തുന്നതുമായ വിഷയങ്ങളിൽ ഹാർഡ് ന്യൂസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പൊതുജനങ്ങളെ വേഗത്തിലും വസ്തുനിഷ്ഠമായും അറിയിക്കുന്നതിന് വിപരീത പിരമിഡ് ഘടന, ഉദാഹരണം സർക്കാർ തിരഞ്ഞെടുപ്പിൽ ഫലം റിപ്പോർട്ട് ഉപയോഗിക്കുന്നു. ഇതിന് വിപരീതമായി സോഫ്റ്റ് ന്യൂസ് മനുഷ്യ താൽപ്പര്യമുള്ള കഥകൾ, വിനോദം, ജീവിതശൈലി, സംസ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടിയന്തര വസ്തുക്കൾ, ഉദാഹരണം ഒരു പ്രാദേശിക കലാകാരനെക്കുറിച്ചുള്ള ഫീച്ചർ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു പുതിയ സിനിമയുടെ അവലോകനം അറിയിക്കുന്നതിന് പകരം വായനക്കാരെ രസിപ്പിക്കുന്നതിനും വൈകാരികമായ പ്രതിനിധീകരിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ആഖ്യാനം, വിവരണാത്മകവും ആകർഷകവുമായ എഴുത്തു ശൈലി ഉപയോഗിക്കുന്നു. അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. ഡിസ്ക്രൈബ് ദ characteristics of investigative reporting and explain why it is considered a challenging from journalism. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ്, അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. എന്തുകൊണ്ടാണ് ഇത് ജേർണലിസത്തിൻ്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു രൂപമായി കണക്കാക്കപ്പെടുന്നതെന്ന് വിശദീകരിക്കുക. അതാണ് ചോദ്യം. ആൻസർ: രാഷ്ട്രീയ അഴിമതി, കോർപ്പറേറ്റ് തട്ടിപ്പ് അല്ലെങ്കിൽ വ്യവസ്ഥാപിത സാമൂഹ്യ അനീതികൾ പോലുള്ള മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ളതും വ്യവസ്ഥാപിതവും യാഥാർത്ഥ്യവുമായ ഗവേഷണമാണ് അന്വേഷണ റിപ്പോർട്ടിങ്ങിൻ്റെ സവിശേഷത. ശക്തമായ സ്ഥാപനങ്ങൾ സജീവമായി മറയ്ക്കാൻ ശ്രമിക്കുന്ന വസ്തുതകൾ കണ്ടെത്തുന്നതിന് പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. സൂക്ഷ്മമായ രേഖാവിശകലനം, സെൻസിറ്റീവ് ഡാറ്റയുടെ സൂക്ഷ്മമായ പരിശോധന, ഉയർന്ന അപകട സാധ്യതയുള്ള രഹസ്യ സ്രോതസ്സുകളുടെ കൃഷി, കോർപ്പറേറ്റ് കേസുകൾ അല്ലെങ്കിൽ വ്യക്തിഗത സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണികൾ എന്നിവ ഉൾപ്പെടെയുള്ള വലിയ നിയമ, സാമ്പത്തിക, മാനസിക സമ്മർദ്ദങ്ങൾക്കെതിരായ പ്രതിരോധം എന്നിവ ആവശ്യമുള്ളതിനാൽ ഇത് പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ രൂപങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അടുത്ത 31ാമത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ മീഡിയ ഓൺ ന്യൂസ്
dissemination and public discourse using examples from the text. പാഠഭാഗത്ത് നിന്നുള്ള ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് വാർത്താ വിതരണത്തിലും പൊതുസംവാദത്തിലും സോഷ്യൽ മീഡിയ ചെലുത്തുന്ന സ്വാധീനം വിശദീകരിക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാർത്താ പ്രചരണത്തിലും പൊതുവ്യവഹാരത്തിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ്. വാർത്താ പ്രചരണത്തിലും പൊതുവ്യവഹാരത്തിലും സോഷ്യൽ മീഡിയയുടെ സ്വാധീനം സാധാരണ അത്തരം കോഴ്സ് വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൊതുവായ കാതലായ ആശയങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. പരമ്പരാഗത എഡിറ്റോറിയൽ ഗേറ്റ് കീപ്പർമാരെ മറികടക്കാനും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരാനും ബ്രേക്കിംഗ് ഇവൻറ്റുകളെ അനുവദിക്കുകയും പൊതുവ്യവഹാരത്തെ അടിസ്ഥാനപരമായി പുനർരൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ധ്രുവീകരിക്കപ്പെട്ട എക്കോ ചേമ്പറുകൾ, വൈറൽ രോഷം, അൽഗോരിതം, സ്ഥിരീകരണ പക്ഷപാതം, സൃഷ്ടിപരമായ പൗരചർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സ്ഥിരീകരിക്കാത്ത കിംവദന്തികളുടെ ദ്രുതഗതിയുള്ള വ്യാപനം എന്നിവയ്ക്ക് ഇന്ധനം നൽകിക്കൊണ്ട് ഇത് ഒരേ സമയം പൊതുവ്യവഹാരത്തെ തരം താഴ്ത്തുന്നു. ഇനി 32ാമത്തെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് റീസണബിൾ restrictions on freedom of speech and expression in India. How do these restrictions impact journalism? ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള ന്യായമായ നിയന്ത്രണങ്ങൾ, റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന ആശയം വിശദീകരിക്കുക. ഈ നിയന്ത്രണങ്ങൾ ജേർണലിസത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള ന്യായമായ നിയന്ത്രണങ്ങൾ എന്ന ആശയം പത്രപ്രവർത്തനത്തിൽ അവ ചെലുത്തുന്ന സ്വാധീനം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(2) പ്രകാരം സംസാര സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള മൗലികാവകാശം സമ്പൂർണ്ണമല്ല. കൂടാതെ ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെയും സമഗ്രതയുടെയും താൽപ്പര്യങ്ങൾ, സംസ്ഥാനത്തിൻ്റെ സുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, പൊതുക്രമം, മാന്യത, ധാർമ്മികത അല്ലെങ്കിൽ കോടതിയലക്ഷ്യവുമായി ബന്ധപ്പെട്ട് അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കൽ എന്നിവയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. പത്രപ്രവർത്തനത്തിന് ഈ ഭരണഘടനാ പരിധികൾ അർത്ഥമാക്കുന്നത് ഒരു ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ ഒരു സുപ്രധാന കാവൽക്കാരൻ്റെ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും വിദ്വേഷ പ്രസംഗം, അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന രാജ്യോദ്രവപരമായ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ അപകീർത്തികരമായ വ്യാജങ്ങൾ എന്നിവ നിരോധിക്കുന്ന നിയമപരമായ അതിരുകൾക്കുള്ളിൽ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കണം എന്നാണ്. തൽഫലമായി ഈ നിയന്ത്രണങ്ങൾ സാമുദായിക പൊരുത്തക്കേടുകൾക്ക്, ദേശീയ സുരക്ഷാ ഭീഷണികൾക്കുമെതിരായ ഒരു സുപ്രധാന സംരക്ഷണമായി വർത്തിക്കുന്നു. എന്നാൽ സംസ്ഥാന അടിച്ചമർത്തലുകളോ സെൻസർഷിപ്പ് ഒഴിവാക്കാൻ പത്രപ്രവർത്തകർ ശ്രദ്ധാപൂർവ്വം നിയമപരമായ സ്വയം നിയന്ത്രണം പാലിക്കണമെന്നും അവ ആവശ്യപ്പെടുന്നു. ബാക്കിയുള്ള സെക്ഷൻ സിയിലെ ബാക്കിയുള്ള ചോദ്യം അതിൻ്റെ ഉത്തരം മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.